വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. അതിനു വേണ്ടി 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത പച്ചരി എടുത്തിട്ടുണ്ട്. അരിയിലെ കംപ്ലീറ്റ് വെള്ളം ഒഴിവാക്കിയിട്ട് ഈ അരി നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കാം. അതിനായി ആവശ്യത്തിന് വേണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 5-6 ഏലക്കായ തൊലി കളഞ്ഞത് മിക്സിയിൽ മാറ്റി വെച്ച പച്ചരിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ശർക്കരപ്പാനി അരിച്ചെടുക്കുക. അതിന് ശേഷം കുറച്ചായിട്ട് അരിയിലേക്ക് ചേർത്തി കൊടുക്കുക. ഇനി ഇത് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ഒരു 3-4 മൈസൂർ പഴം ചേർത്തി കൊടുക്കാം. ഈ പഴം കൂടിയും കൂട്ടിയിട്ട് ഒന്നും കൂടിയും അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച മാവ് നല്ല കട്ടിയാവാനും നല്ല ലൂസാവാനും പാടില്ല. ഇനി ഈ മാവ് ഒരു 4-6 മണിക്കൂർ മാറ്റി വയ്ക്കുക. ഫ്രിഡ്ജിൽ വെക്കരുത്, പുറത്ത് വെക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും വയ്ക്കണം. ഇനി മാവിലേക്ക് വറുത്തെടുത്ത തേങ്ങ കഷ്ണം ചേർത്തി കൊടുക്കും. അതിനായി ചട്ടിയിലേക്ക് നെയ്യ് ഒഴിക്കുക. അതിലേക്ക് തേങ്ങ കഷ്ണം ചേർത്തി കൊടുക്കുക. എന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ വറുത്തെടുക്കുക. ഇനി തേങ്ങ കഷ്ണം 4 മണിക്കൂർ മാറ്റി വെച്ച മാവെടുത്ത് അതിലേക്ക് ചേർത്തി കൊടുക്കാം. നെയ്യ് ചേർത്തി കൊടുക്കരുത്, തേങ്ങാക്കൊത്ത് മാത്രം ചേർത്തി കൊടുക്കുക. ഇനി മാവ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മാവ് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. മാവ് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. Thank you for watching our video. Please subscribe and support.